റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അല്ലാഹു രക്ഷയും കരുണയും സദാ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, ഈ ആയത്തിനെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചത്. സുഹൃതം അനുഷ്ഠിക്കുകയും വിശ്വസിക്കുകയും അള്ളാഹുവിൽ പ്രപഞ്ചനാഥനിൽ പൂർണ്ണാർത്ഥത്തിൽ സമർപ്പിതരായി സുഹൃതം അനുഷ്ഠിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു സ്വർഗം പ്രതിഫലമായി ഒരുക്കി വച്ചിരിക്കുന്നു എന്ന ആശയം വരുന്ന, അർത്ഥം വരുന്ന ഈ ആയത്തിന് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. അതിനോട് ചേർന്നുള്ള ആയത്താണെന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഖാലിദീന ഫീഹ ലാ യബ്ഗൂന അൻഹ ഹിവല, അതിൽ അവർ ശാശ്വതരായിരിക്കും. അതുപോലെ തന്നെ ലാ യബ്ഗൂന അൻഹ ഹിവല, അത് വിട്ട് മറ്റൊരു ഇടം അവര് ആഗ്രഹിക്കുകയോ തേടുകയോ ചെയ്യില്ല. അത്രമാത്രം സൗഭാഗ്യമുള്ള, സന്തോഷമുള്ള, പൂർണ്ണതയുള്ളൊരു അവസ്ഥയിലായിരിക്കും അവരുണ്ടാകുക എന്നതാണ് അതിനോട് ചേർന്നുള്ള ആയത്തിൽ വിശദീകരിക്കുന്നത്. അപ്പൊ ഇന്നല്ലദീന ആമനു, അള്ളാഹുവിൽ പൂർണ്ണമായി നിർഭയത്വം പ്രാപിക്കുകയും അങ്ങനെ മരണാനന്തര ജീവിതത്തെ മുമ്പിൽ കണ്ട് ജീവിതത്തിൽ, ഭൗതിക ലോക ജീവിതത്തിൽ സുഹൃതം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അള്ളാഹു സ്വർഗം ദാനമായി, സമ്മാനമായി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യർ പിന്നെ അത് വിട്ട് മറ്റൊരിടം തേടുകയില്ല. അപ്പൊ അത്രമാത്രം സന്തോഷപൂർണവും അതുപോലെ തന്നെ അവരതിൽ ഏറ്റവും സന്തുഷ്ടരുമായിരിക്കും. ഭൗതിക ലോക ജീവിതത്തിൽ മനുഷ്യര് ഒന്ന് കഴിച്ച് മറ്റൊന്നിലേക്ക്, അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചരിക്കുകയും തേടുകയും അത് കണ്ടെത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരായിരിക്കും. മനുഷ്യന്റെ ഭൗതിക ലോക ജീവിതത്തിൽ അവന്റെ ഇഷ്ടങ്ങൾക്ക്, സന്തോഷങ്ങൾക്കൊന്നും അതിരില്ല. അവന് ഓരോന്നോരോന്ന് തേടിക്കൊണ്ടേയിരിക്കും. എന്നാൽ സന്തോഷത്തിന്റെ പൂർണ്ണത, ആഗ്രഹങ്ങളുടെ പൂർണ്ണത, അതെല്ലാം സാധ്യമാകുന്നത് മരണാനന്തര ജീവിതത്തിൽ മനുഷ്യന് ഈ പറയുന്നത് പോലെ അവന്റെ സുഹൃതം മൂലം അവൻ സ്വർഗീയ ലോകത്ത് എത്തിപ്പെടുമ്പോഴാണ്. അതിൽ നിന്ന് മാറിപ്പോകാൻ, വിട്ടുപോകാൻ, അതല്ലാത്തൊന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥാവിശേഷം അവിടെ ഉണ്ടാവില്ല. അത് ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ എല്ലാം തന്നെ പൂർണ്ണതയായിരിക്കും എന്ന് പ്രപഞ്ചനാഥൻ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ അതിൻ്റെ ഒരു മൂർത്തമായ ആ ഒരു ഇടത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പൂർണ്ണതയെ പ്രപഞ്ചനാഥൻ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ അവര് പലതും ഭക്ഷിച്ച്, ഇത് ഞങ്ങൾ ഭൗതിക ലോകത്ത് ഭക്ഷിച്ചതാണ് എന്നവർ പറയുമെങ്കിലും അതിൻ്റെ കാഴ്ചയിൽ, രൂപത്തിലെല്ലാം അവർക്ക് ഒന്നാണെന്ന് തോന്നുമെങ്കിലും സൂറത്ത് ബഖറയിൽ അത് അള്ളാഹു പറയുന്നുണ്ട്, അതിൻ്റെ എല്ലാം തന്നെ രുചി വ്യത്യസ്തമായിരിക്കും. എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, മനുഷ്യന് ഭൂമിയിൽ ഓരോന്നിൻ്റെയും രുചി അവൻ അറിയും. അപ്പൊ മറ്റൊരു രുചി അവൻ കണ്ടെത്താനുള്ള ആഗ്രഹം
തേട്ടമെല്ലാം അവനിലുണ്ടാവും. എന്നാൽ കാഴ്ചയിൽ ഒന്നാണെങ്കിലും അത് രുചിക്കുമ്പോൾ അവന് ഭൗതിക ലോകത്തൊരിക്കലും തന്നെ അറിഞ്ഞിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത രുചി അവന് ആഖിറത്തിൽ അള്ളാഹു സമ്മാനിക്കും. അപ്പോ വളരെ വ്യത്യസ്തമായ അവന്റെ സങ്കല്പങ്ങൾക്ക്, കാഴ്ചകൾക്ക്, ആഗ്രഹങ്ങൾക്കെല്ലാം തന്നെ അപ്പുറം അവന്റെ കണ്ണുകൾ കാണാത്ത ഒരു മഹാലോകത്തേക്ക് അള്ളാഹു അവനെ ആനയിക്കും. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറയുമ്പോൾ, ഉപമിക്കുമ്പോൾ, ഉപമ എന്ന് പറയുന്നത് വലിയൊരു സാധനത്തെ ചെറുതുകൊണ്ട് അവൻ കണ്ട ഒന്നിനെ വെച്ചുകൊണ്ട് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കലാണല്ലോ. അപ്പോഴ് ആ ഉപമിക്കുന്ന ഒന്നുപോലെയാണ് എന്നല്ല അതിന്റെ അർത്ഥം. എന്നാല് മനുഷ്യനെ അറിയുന്ന, അവന് പരിചയമുള്ള ഒന്ന് വെച്ച് അവനോടൊരു വിഷയം പറയുമ്പോൾ ഇതുപോലെയാണെന്ന് പറയുമ്പോൾ അവൻ കണ്ട ഒന്നുപോലെയാണ് എന്നല്ല അതിന്റെ അർത്ഥം. അതിനപ്പുറമായിരിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു പക്ഷേ കുറഞ്ഞതായിരിക്കാം. പക്ഷെ അള്ളാഹു ഒരുക്കി വെച്ച ഒന്നിനെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ അതിനെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ, ഉപമിച്ചു കൊടുക്കുമ്പോൾ ആ ഉള്ള ഒന്നിനപ്പുറം അവന് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥാവിശേഷമുള്ള ഒന്നായിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന് അവന്റെ കണ്ണുകൾ കാണാത്ത, അനുഭവിക്കാത്ത ആനന്ദലോകമായിരിക്കും സുഹൃതമനുഷ്ഠിക്കുന്ന മനുഷ്യര് മരണാനന്തര ജീവിതം ചെന്നെത്തുന്ന സ്വർഗീയ ലോകം എന്നത് എന്നെല്ലാം ഖുർആന് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇങ്ങനെല്ലാം ഒരു പ്രതിഫലം കാക്ഷിച്ച് ഇങ്ങനെല്ലാം കർമ്മം ചെയ്യേണ്ടതുണ്ടോ? പുതിയ ലോകത്ത് മനുഷ്യര് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിലും ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന മനുഷ്യര് ചെറുതും വലുതുമായ ഓരോ കർമ്മങ്ങൾക്കും ഭൗതിക ലോകത്ത് അവന്റെ സമസൃഷ്ടികളിൽ നിന്ന് അവനത് ആഗ്രഹിക്കുന്നുണ്ട്, തേടുന്നുണ്ട്. മൻഫഅത്ത് ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ ഭൂമിയിൽ? അത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. അത് മനുഷ്യന് മാത്രമുള്ള ഒരു സവിശേഷതയാണ്. അതില്ലെങ്കിൽ അവന്റെ ജീവിതം മുന്നോട്ട് പോകൂല, ശൂന്യമായിരിക്കും. പ്രതീക്ഷകള്, ആഗ്രഹങ്ങള് എല്ലാം മനുഷ്യനുണ്ടാകുമ്പോഴാണ് അവന്റെ ജീവിതത്തിൽ ക്രിയാത്മകമായ നിർമ്മിതികൾ ഉണ്ടാകുക. ഭൗതിക ലോകത്ത് അതുകൊണ്ടാണ് മനുഷ്യന് മാത്രം നിയമങ്ങളും അതുപോലെ തന്നെ ചില അതിരുകളും അതിർവരമ്പുകളെല്ലാം ഭൗതിക ലോകത്തും മനുഷ്യന് വേണ്ടി സ്ഥാപിക്കുന്നത്. അത് ഒരു ചെറിയ കൂട്ടത്തിൽ നിന്നും അത് എത്ര മേലോട്ട് പോകുന്നുവോ അവിടെയെല്ലാം തന്നെ ഓരോ കൂട്ടങ്ങളിലും ആ ഒരു അതിർവരമ്പുകൾ നിർണയിക്കുന്ന, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ മുമ്പിൽ വെക്കുന്ന, പ്രതീക്ഷകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ജീവിതക്രമത്തെ ചിട്ടപ്പെടുത്തുന്ന ഒരു രീതിശാസ്ത്രം ഉണ്ടാവും. അത് കുടുംബം എടുത്തു നോക്കിയാലും, ആ കുടുംബത്തിൽ നിന്ന് ഒരു കലാലയത്തിലേക്ക് എത്തുമ്പോൾ അവിടേക്ക് നോക്കിയാലും, അവിടെ നിന്ന് നമ്മൾ ഒരു പൊതുസമൂഹത്തിലേക്ക് നോക്കിയാലും, ഒരു രാഷ്ട്ര സംവിധാനത്തിലേക്ക് നോക്കിയാലും, അല്ലെങ്കിൽ ഒരു കച്ചവട ഇടങ്ങളിൽ ഒരു ഫാക്ടറിയിലേക്ക് നോക്കിയാലും, അങ്ങനെ എവിടെയെല്ലാം മനുഷ്യൻ കൂട്ടം കൂടുന്നുവോ, എവിടെയെല്ലാം മനുഷ്യർ ഇടപെടുന്നുവോ അവിടെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള അതിർവരമ്പുകള്, നിർദ്ദേശങ്ങള്, കണിശമായ ജീവിത ക്രമങ്ങൾ ചിട്ടപ്പെടുത്താനുള്ള നിയമനിർദ്ദേശങ്ങൾ എല്ലാം ഭൗതിക ലോകത്ത് മനുഷ്യൻ തന്നെ ചെയ്യുന്നുണ്ട്. അത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. ആ പ്രത്യേകതയെ കണ്ണടച്ച് ഇരുട്ടാക്കുക എന്നുള്ളത് അത് അർത്ഥശൂന്യമാണ്, ബുദ്ധിശൂന്യമാണ്. അത്തരം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവന് അത്തരത്തിലുള്ള ഒന്ന് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവണം.
ആ ഒരു അവസ്ഥ നൽകിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യവും ഉയരും. അപ്പൊ പ്രപഞ്ചനാഥൻ അള്ളാഹു നമ്മുടെ കാഴ്ചകൾക്കും സങ്കല്പങ്ങൾക്കും അപ്പുറം തന്നെ നമ്മെ സംവിധാനിക്കുകയും സൃഷ്ടിക്കുകയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ദൈക്ഷണിക ബോധങ്ങളെയും എല്ലാം തന്നെ ചിട്ടപ്പെടുത്തിയവനാണ് അള്ളാഹു. അപ്പൊ അവിടെ മനുഷ്യന് അർത്ഥശൂന്യമായി ചോദ്യങ്ങൾ ചോദിച്ച് ഒരു വസ്തുതയെ കണ്ണടച്ചിരുട്ടാക്കും. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മറ്റൊരിടത്ത് അവൻ അത്തരത്തിലുള്ള ഒന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ തേടുകയോ ചെയ്യരുത്. എന്നാൽ അതെല്ലാം ചെയ്തുകൊണ്ട് മറ്റൊന്നിനെ നിഷേധിക്കുക, അതിനെ നിരാകരിക്കുക അല്ലെങ്കിൽ നിന്ദിക്കുക എന്നുള്ളത് അത് മനുഷ്യന്റെ അഹങ്കാരത്തെ, അഹന്തയെ, അതല്ലെങ്കിൽ ഒരു നന്മയെ നാം ഈ പറഞ്ഞതുപോലെ ബോധപൂർവം തന്നെ അതിനെ മറച്ചു വെക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരിക്കും. അള്ളാഹു പ്രപഞ്ചനാഥൻ, സ്രഷ്ടാവ്, ഭൗതിക ലോകത്തും നാളെ പാരത്രിക ലോകത്തും ഇതേ ഒരു ചിട്ട സംവിധാനം ഒരുക്കി വെച്ചത് കൊണ്ടാണ് മനുഷ്യന്റെ ജീവിതം അത് ചലനാത്മകമായി മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചലനവും ഉണ്ടാവില്ല. എല്ലാം എന്തിന് എന്നുള്ള ഒരു ചോദ്യചിഹ്നത്തിന്റെ മുമ്പിൽ നമ്മൾ നിശബ്ദരോ നമ്മൾ നിഷ്കർമ്മികളോ ആയിരിക്കും. അതിനാല് അള്ളാഹുവിന്റെ മഹാ ഔദാര്യമാണ്, ദാനമാണ് പ്രതീക്ഷ നൽകുക. അതുപോലെ തന്നെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മുന്നേറാനുള്ള ഒരു ത്വര നമ്മിൽ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ മനുഷ്യൻ ഇവിടെ നൽകുന്ന ഒന്നിനേക്കാളും ഉത്കൃഷ്ടമായിരിക്കും. മനുഷ്യനെ പറ്റിക്കും, വഞ്ചിക്കും, ചതിക്കും, പലതും പറയും, പല പ്രതീക്ഷകളും നൽകും. എന്നിട്ട് അവിടെയെല്ലാം ചതിയോ വഞ്ചനയോ എല്ലാം നടത്തും മനുഷ്യന്. അള്ളാഹു ഒരിക്കലും അതും ചെയ്യൂല. അപ്പൊ അതിനും അള്ളാഹു മനുഷ്യന്റെ മുമ്പിൽ ഏറ്റവും നീതിപൂർവമായ വിധി നൽകിക്കൊണ്ട്, വിധി കൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നീതി പോലത്തെ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കും. ജീവിതത്തിൽ ആഗ്രഹങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് മനുഷ്യനെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യർ എത്രത്തോളം നീതി നിഷേധമാണ് നടത്തുന്നത് എന്ന് അറിയുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അത് ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ മുമ്പിൽ രൂപപ്പെടുന്ന രാഷ്ട്രീയ അവസ്ഥ ഒന്ന് വീക്ഷിച്ചാലേ നമുക്ക് ബോധ്യപ്പെടും. ഇപ്പൊ നമ്മുടെ കേരളത്തില് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ. നിങ്ങളെ മലപ്പുറം ജില്ലക്കാർ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുഞ്ഞ് അല്ലേ? എന്നാല് അതിന് ശേഷം അവർ തന്നെ സ്വയം ഭൂരിപക്ഷ മനുഷ്യരെ നോക്കിക്കൊണ്ട് എങ്ങനെയാണ് അവര് ഉള്ളു നിറഞ്ഞ് അവര് ചിരിക്കുകയും അവര് വിഡ്ഢികളാക്കിയ അല്ലെങ്കിൽ സ്വപ്ന ലോകത്തേക്ക് ആനയിച്ച ഒരു ജനതയെ ഓർത്തുകൊണ്ട് അവർ തന്നെ സ്വയം എങ്ങനെയാണ് ചിരിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മള്. അപ്പൊ പറയുന്ന കാര്യങ്ങളോട് ഒരു നിലക്കുമുള്ള നീതിബോധമില്ലാത്ത, നൽകിയ പ്രതീക്ഷകൾക്ക്, ആഗ്രഹങ്ങൾക്ക് ഒരു വിലയും നിലയും കൽപ്പിക്കാത്ത, അതിനോട് നീതിപൂർവമായൊരു സമീപനവും ഭൂരിപക്ഷവും സ്വീകരിക്കാത്ത മനുഷ്യന്റെ ഇടപെടലിൽ അള്ളാഹു അവന്റെ നീതിബോധത്തെ സ്ഥാപിക്കും. പറയുന്നത് മുഴുവനും അളന്ന് തിട്ടപ്പെടുത്തി ആരോടും ഒരു അനീതിയും കാണിക്കാതെ, ഒരു നിലക്കുമുള്ള മനുഷ്യനോടുള്ള അന്യായവും പ്രകടിപ്പിക്കാതെ അള്ളാഹു അവന്റെ ആ ഒരു മഹാസിഫത്തിനെ അള്ളാഹു പ്രകടിപ്പിക്കും. അപ്പൊ അളന്ന് തിട്ടപ്പെടുത്തി എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ എന്തിനാണ് ഇന്ന് നമുക്കെന്തിനാണ് അതില് ലജ്ജ ഉള്ളത്? എന്തിനാ അങ്ങനെല്ലാം വാക്കുകൾ ഉപയോഗിക്കുന്നതിന്? ഭൗതിക ലോകത്ത് അങ്ങനെ തന്നെയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അതിലും മനുഷ്യൻ അനീതി കാണിക്കുന്നവരാണ്.
നിരപരാധികളെ പീഡിപ്പിക്കുന്ന, കൊടുത്ത വാഗ്ദാനങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത, അങ്ങനെ അനീതിയുടെ ഏതെല്ലാം നിറങ്ങളുണ്ടോ അതെല്ലാം തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു ലോകത്ത് അള്ളാഹുവിന്റെ നീതിബോധത്തെ മനുഷ്യൻ പഠിക്കുകയും അറിയുകയും അതിനെ നന്നായി മനസ്സിലാക്കുകയും അങ്ങനെ എൻ്റെ നാഥന്റെ സമ്മാനങ്ങളെക്കുറിച്ചുള്ള, അവൻ മുന്നോട്ട് വെക്കുന്ന സൗഭാഗ്യ ലോകത്തെക്കുറിച്ചുള്ള പൂർണ്ണബോധത്തിൽ മനുഷ്യൻ ഭൂമിയിൽ ഏറ്റവും നല്ലവനായി, ഏറ്റവും നല്ല സുഹൃതം അനുഷ്ഠിക്കുന്നവനായി അവൻ മാറേണ്ടതുണ്ട്. അള്ളാഹു ഭൗതിക ലോകത്ത് അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ ഭൂമി ലോകം ഒരിക്കലും അശാന്തി നിറഞ്ഞതാകരുത്. ശാന്തമായിരിക്കണം, സ്വസ്ഥമായിരിക്കണം, സമാധാനപൂർണമായിരിക്കണം. അപ്പൊ ഇവിടെ തെറ്റുകൾക്ക് ശിക്ഷയുണ്ടെന്ന് അവനോട് പറയണം, നന്മകൾക്ക് പ്രതിഫലമുണ്ട്, സ്വർഗമുണ്ടെന്ന് അവനോട് പറയണം. അതിന് അനുസരിച്ചുള്ള ജീവിത ക്രമങ്ങളെ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിയമനിർദ്ദേശങ്ങൾ അവന്റെ മുമ്പിൽ വെക്കണം. അതുകൊണ്ടല്ലേ തന്നെയാണ് അള്ളാഹു ഇതിന്റെ അൽഹംദുലില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്തുകളെ വിശദീകരിച്ചെടുത്ത് അള്ളാഹു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക മാത്രമല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുക മാത്രമല്ല, അതിൽ അള്ളാഹു സുത്യർഹനാണെന്ന് പറയുക മാത്രമല്ല, അതിനപ്പുറം അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅലൽ ദുലുമാതി വന്നൂർ, ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും രാവും പകലും കൊണ്ടുവരികയും ചെയ്ത തമ്പുരാന് വീണ്ടും അള്ളാഹു സ്തുതികൾ അർപ്പിക്കുന്നു. അവനാണ് സ്തുതി എന്ന് പറയുന്നു. അതിലൂടെ മനുഷ്യൻ അള്ളാഹു എത്രമാത്രം സുത്യർഹനാണ് എന്ന് ബോധ്യപ്പെട്ട് ജീവിക്കേണ്ടതിന്റെ അനിവാര്യതയെ അള്ളാഹു വീണ്ടും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഇനി രാവും പകലും പ്രപഞ്ചത്തിന്റെ ഘടനയും മാത്രം പോരാ, അവിടെ ജീവിക്കുന്ന മനുഷ്യൻ അവന് ഒരു ജീവിത ക്രമം ചിട്ടപ്പെടുത്തണം. അതുകൊണ്ട് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഇവിടെ ജീവിത ക്രമം ചിട്ടപ്പെടുത്തുമ്പോൾ അത് നിർമ്മിക്കുന്ന മനുഷ്യരെ അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടേതായിരിക്കുന്ന ചില നേട്ടങ്ങൾക്കും വേണ്ടിയായിരിക്കും പലതുണ്ടാക്കുക. അപ്പൊ അതിൽ അനീതി ഉണ്ടാവും, അന്യായങ്ങൾ ഉണ്ടാവും. നിയമങ്ങൾ കൊണ്ടുവരുന്നിടത്ത് പലപ്പോഴും അനീതിയും അന്യായവും ഉണ്ടാവും. എന്നാൽ അള്ളാഹുവിന്റെ നിയമം മനുഷ്യർക്ക് എല്ലാ മനുഷ്യനും ഒരേ സമയം നീതിയും അതുപോലെ തന്നെ അവർക്കിടയിൽ ഒരു വിവേചനവും അന്യായവും കാണിക്കാത്തതായിരിക്കും. പൂർണ്ണ നീതിയുടെ, പൂർണ്ണ സമത്വത്തിന്റെ, ഒരു മനുഷ്യർക്കിടയിലും ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കാത്ത നീതിയുടെ മൂർത്തമായ അടയാളങ്ങളായിരിക്കും മനുഷ്യനെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനിൽ നിന്നും മനുഷ്യന് നൽകുന്ന നിയമങ്ങൾ. എന്നാൽ മനുഷ്യൻ മുന്നോട്ട് വെക്കുന്നതോ അതിൽ ഓരോ വിഭാഗങ്ങളും മറ്റൊരു വിഭാഗത്തെ ആക്രമിക്കുവാനോ അവരുടെ വ്യക്തിത്വത്തെ, സ്വാതന്ത്ര്യത്തെ, അവരുടെ അവകാശങ്ങളെ പിച്ചിച്ചീന്തുന്നതിനോ അല്ലെങ്കിൽ അവരെ ദുർബലപ്പെടുത്തുന്നതിനോ ഉള്ളതായിരിക്കും. അനീതി ഉണ്ടായിരിക്കും അവിടെ. അതിൽ അക്രമം കാണിക്കും, അന്യായം പ്രവർത്തിക്കും. എന്നാൽ പ്രപഞ്ചനാഥൻ മുന്നോട്ട് വെക്കുന്നത് അവൻ ബഹുമാനിച്ച ആദരിച്ച മനുഷ്യരെ കണ്ടുകൊണ്ടും അവന്റെ നന്മ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടും അവന്റെ സ്വസ്ഥമായ ജീവിതവും അവന്റെ ശാന്ത സമ്പൂർണമായ ജീവിതാന്തരീക്ഷവും മുമ്പിൽ വെച്ചുകൊണ്ടുള്ള പൂർണ്ണ നീതിബോധത്തിന്റെ അടയാളങ്ങളായിരിക്കും ഓരോ നിർദ്ദേശങ്ങളും, ഓരോ സമീപനങ്ങളും. അതുകൊണ്ട് അള്ളാഹു അവൻ നിയമങ്ങൾ നൽകി എന്നുള്ളതിനോ അതന്നെ വളവില്ലാത്ത, ഒരു ന്യൂനതയും കാണാൻ കഴിയാത്ത, ഒരു അന്യായവും നമുക്ക് ദർശിക്കാൻ കഴിയാത്ത അത്രമാത്രം നീതി പൂർണ്ണമായ സമ്പുഷ്ടമായ നിയമങ്ങളായിരിക്കും.
അള്ളാഹു മുന്നോട്ട് വെക്കുക. അതിൽ ഒരിക്കലും ഒരു വഞ്ചനയും ഉണ്ടാവില്ല, ഒരു ചതിയും ഉണ്ടാവില്ല. അപ്പോ ഇവിടെ അത് അനിവാര്യമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ അത് ചോദ്യം ചെയ്യുക എന്നുള്ളത് പോലും മനുഷ്യന്റെ നീതിബോധത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. എന്തിനിത് എന്നുള്ളത്, എന്തിനാണ് ഇങ്ങനെല്ലാം ഒരു സുഹൃതം അനുഷ്ഠിക്കുന്നതിന് സ്വർഗം, അതെന്തിനാണ് അത്തരത്തിലുള്ള സുഹൃതം, എന്തിനാണ് ദൈവത്തിന് എന്നെല്ലാം ചോദിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. അവര് ഭൗതിക ലോകത്ത് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന അന്യായങ്ങൾക്ക് മുമ്പിൽ അവർ കണ്ണടച്ച് അള്ളാഹുവിന്റെ നീതിബോധത്തെ അവര് തെറ്റായി വ്യാഖ്യാനിക്കുന്നു. അപ്പൊ ഇതിനെപ്പോലും ശരിപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിന്റെ ഓരോ വചനങ്ങളും, പടച്ച തമ്പുരാനിൽ നിന്നുള്ള ഓരോ നിയമങ്ങളും. അതിലും പാഠങ്ങളുണ്ട്. അള്ളാഹു മുന്നോട്ട് വെക്കുന്ന ഓരോ നിർദ്ദേശങ്ങൾക്ക് മുമ്പിലും, അവൻ നൽകുന്ന പ്രതീക്ഷകൾക്കും അവൻ നൽകുന്ന ആഗ്രഹങ്ങൾക്കും എല്ലാം തന്നെ പാഠമുണ്ട്. അതിൽ മനുഷ്യൻ പഠിക്കാൻ. നിങ്ങൾ എത്രമാത്രം അനീതി കാണിക്കുന്നു എന്ന ചോദ്യം അള്ളാഹു ചോദിക്കുന്നുണ്ട്. അവിടെ അള്ളാഹു ഒരിക്കലും ഒരു മനുഷ്യനോടും അനീതി കാണിക്കുന്നില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അവന് നൽകുന്ന ഓരോ വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കുന്നവനാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ചെയ്യാത്തവൻ അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ പ്രകടിപ്പിക്കുന്ന നീതിബോധത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളത് അത് അവനോട് തന്നെ അവൻ കാണിക്കുന്ന അന്യായമാണ്. അവന്റെ മനസ്സിൽ ആ ചോദ്യം ചോദിക്കുമ്പോഴും അവന്റെ ആ അവനോട് തന്നെ ചെയ്യുന്ന ഒരു അനീതിയെക്കുറിച്ച് വായ കൊണ്ട് അതിനെ നിഷേധിക്കുമ്പോഴും അവരുടെ മനം അത് സമ്മതിക്കുന്നുണ്ട്, ഹൃദയം അത് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഒരു സത്യത്തോട് അവൻ തന്നെ ചെയ്യുന്ന ഒരു അക്രമമായി അവൻ അത് ബോധ്യപ്പെടുന്നുണ്ടത്. പക്ഷെ അത് പ്രകടിപ്പിക്കൂല എന്ന് മാത്രമേ ഉള്ളൂ. അതിനാൽ അള്ളാഹു സ്വർഗം മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടി മനുഷ്യൻ ഭൂമിയിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഇവിടെ മനുഷ്യൻ അതെല്ലാം ചെയ്യുന്നുണ്ട്. അവന്റെ ഓരോ ജീവിതത്തിന്റെ കാൽവെപ്പിലും അത് നിർവഹിക്കുന്നുണ്ട്. അപ്പോ അള്ളാഹു സമാനമായി നൽകുന്ന ഒന്നിൽ നിന്ന് മറ്റൊന്നവൻ തേടുകയില്ല, അതിന് ആവശ്യം വരികയില്ല. അത്രമാത്രം ഉന്നതമായിരിക്കും പടച്ച തമ്പുരാനെ മുന്നോട്ട് വെക്കുന്ന ഓരോന്നിന്റെയും അവസ്ഥാവിശേഷം. അത് മനുഷ്യനത് ചെയ്യൂല, മനുഷ്യനത് ചെയ്യാൻ കഴിയൂല. ഭൗതിക ലോകത്തത് മനുഷ്യന് സാധ്യവുമല്ല. പറയുന്നതിൽ തന്നെ മനുഷ്യന് വിവേചനം കാണിക്കുന്നവനാണ്, അനീതി കാണിക്കുന്നവനാണ്. എന്നാൽ അള്ളാഹു നൽകുന്ന ഒന്നിലും ഒരിക്കലും അനീതിയും അന്യായവും അള്ളാഹു പ്രകടിപ്പിക്കൂല. ഇനി നമ്മൾ മറ്റൊരു ആയത്തിലേക്ക് പ്രവേശിക്കാൻ. നമ്മൾ പറഞ്ഞതുപോലെ സൂറത്ത് കഹ്ഫിന്റെ അവസാന ഭാഗങ്ങളിൽ 3 കുൽ എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് ചിന്താർഹമായ വിഷയത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുന്നു എന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു വെച്ചു. അതിലെ രണ്ടാമത്തെ ആയത്താണ് ഖുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി വലൗ ജിഇനാ ബിമിസ്ലിഹി മദദ. ഇത്രയും നമ്മൾ പറഞ്ഞു പോയി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. മനുഷ്യന്റെ ചിന്തയെ, അവന്റെ ജീവിതത്തെ എല്ലാം തന്നെ സമൂലമായി ബാധിക്കുന്ന, അവന്റെ ജീവിത പരിസരങ്ങളെ ബാധിക്കുന്ന പല വിഷയങ്ങളും നമ്മൾ പറഞ്ഞു പോയി. അതിനുശേഷം അള്ളാഹു പറയാണ്, ഉൽ നബിയെ അങ്ങ് പറയുക, ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി. അള്ളാഹുവിന്റെ വചനങ്ങളെ എഴുതുവാൻ സമുദ്രജലം എന്റെ രക്ഷിതാവിന്റെ വചനങ്ങളെ എഴുതാനുള്ള മഷിയായി തീരുക. ഖുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി. സമുദ്രജലം എന്റെ രക്ഷിതാവിന്റെ വചനങ്ങളെ രേഖപ്പെടുത്താനുള്ള, എഴുതി തിട്ടപ്പെടുത്താനുള്ള മഷിയായി മാറുന്നെങ്കിലും ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി. അങ്ങനെ എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ എഴുതിത്തീരുന്നതിന് മുമ്പേ സമുദ്രജലം തീർന്നു പോവും. വലൗ ജിഇനാ ബിമിസ്ലിഹി മദദ.
അതിന് തുല്യമായ മറ്റൊന്നുകൂടി കൊണ്ടുവന്നാലും അത്ര തന്നെ സമുദ്രം കൊണ്ടുവന്ന് പ്രപഞ്ചനാഥന്റെ നാമങ്ങളെ എഴുതിയാലും വിശദീകരിച്ചാലും എന്റെ റബ്ബിന്റെ വചനങ്ങൾ അവസാനിക്കുകയില്ല. അത് തീർന്നു പോകും, ആ സമുദ്രജലം മുഴുവനും തീർന്നു പോകും എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് നമ്മൾ നിരന്തരം കേൾക്കുന്ന, ചെറുപ്പത്തിലേ പഠിച്ച ഒരു വചനമാണിത്. ശ്രദ്ധേയമായ ഒരു വചനമാണ് അല്ലെ? ഖുൽ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി വലൗ ജിഇനാ ബിമിസ്ലിഹി മദദ. എന്താണ് ഈ വചനം? അവിടെ റബ്ബ് എന്ന വാക്ക് 2 തവണ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഖുൽ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി. വീണ്ടും പറയാണ് ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി. 2 തവണ ഉപയോഗിക്കണം റബ്ബ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവിടെ റബ്ബിന്റെ കെലിമത്ത് എന്ന് പറയുന്നത് കുൻ എന്ന വാക്കാണ്. ആ ഒരു വാക്കിന്റെ പ്രകടനമാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത്. ആ വിഷയങ്ങളോട് ചേർത്ത് വെച്ചിട്ടാണ് റബ്ബ്, ഇലാഹ് എന്ന വാക്കെല്ലാം അള്ളാഹു തന്നെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ മുമ്പ് പറഞ്ഞത്, റബ്ബ് എന്ന് പറഞ്ഞാല് റുബൂബിയത്ത് അത് അത്വാ ആണ്, ഉലൂഹിയത്ത് തക്ലീഫു ആണ്. അപ്പൊ റബ്ബാകുക എന്ന് പറഞ്ഞാല് നാം തന്നെയും നമുക്ക് ചുറ്റുമുള്ള നാം അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളും ആകാശങ്ങളിലും ഭൂമിയിലും മനുഷ്യന് കാണുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതുമായ ഓരോന്നും അള്ളാഹുവിന്റെ അതാ റുബൂബിയത്താണ്. അത് അള്ളാഹുവിന് ദാനമാണ്, സമ്മാനമാണ്. എങ്ങനെയാണ് മനുഷ്യനത് തിട്ടപ്പെടുത്താൻ പറ്റുക? എങ്ങനെയാണ് മനുഷ്യനത് രേഖപ്പെടുത്താൻ കഴിയുക? ഒന്നിന് പിറകെ ഒന്നായി വ്യാഖ്യാനിച്ചാലും അതെല്ലാം കുൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വചനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മനുഷ്യ ചിന്തയെ ഭ്രംശനം കൊള്ളിപ്പിക്കുന്ന, അവന് ചിന്തിച്ചാൽ അതിരുകളില്ലാത്ത ഒരു ദാനത്തെക്കുറിച്ചാണ് അള്ളാഹു നിരന്തരം മനുഷ്യനോട് സംസാരിക്കുന്നത്. അത് മനുഷ്യനിൽ നിന്ന് തന്നെ അവൻ തുടങ്ങണം. അതുകൊണ്ട് നിരന്തരം അവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യൻ മനുഷ്യനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. മനുഷ്യൻ അവന്റെ ശരീരത്തെക്കുറിച്ച് തന്നെ പഠിച്ച് അതിന്റെ മുമ്പിൽ സ്തബ്ധനായി നിൽക്കുന്നവനാണ് മനുഷ്യൻ. മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നവര് മനുഷ്യർക്കിടയിൽ എത്രമാത്രം ആദരണീയരാണ്. മനുഷ്യദേഹത്തെക്കുറിച്ച് പഠിച്ച് ആ ശരീരം പരിശോധിക്കുകയും അതിലെ തകരാറുകൾ കണ്ടെത്തുകയും അത് ശരിപ്പെടുത്തുകയും അത് മുറിക്കുകയും കീറുകയും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ എത്രമാത്രം വലിയവനാണ്. അവനെ എത്ര ആദരവോടു കൂടിയിട്ടാണ് മനുഷ്യൻ തന്നെ നോക്കുന്നത്. നിസാരനായ അവനെ, എന്നിട്ടും അവനത് എങ്ങനെയാണ് ശരിപ്പെടുത്തേണ്ടതെന്ന് വേണ്ട പോലെ എന്നാലും ഇപ്പോഴും അവനക്ക് ബോധ്യമല്ല. അവന് പരാജയപ്പെട്ടു പോകുന്നു. അള്ളാഹുവിന്റെ ഒരു ചെറിയൊരു സൃഷ്ടിയെ അവിടെ തന്നെ അവന്റെ മഷികളും അവന്റെ ചിന്തകളും എല്ലാം തന്നെ തീർന്നു പോകുന്നു. കരഞ്ഞു നിലവിളിക്കുന്ന മനുഷ്യനോട് ഇനി നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങിക്കൊള്ളൂ എന്ന് പറയണു. പ്രാർത്ഥിച്ചു കൊള്ളുട്ടോ എന്ന് അവനോട് പറയുന്നു. മനുഷ്യനെ കുറിച്ച് പഠിച്ച്
അവനെ വിലയിരുത്തി അവന്റെ ഉള്ളിലുള്ള അവന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്ന മനുഷ്യന്റെ മുമ്പിൽ എത്രമാത്രം വലിയവനും ബഹുമാനം അർഹിക്കുന്നവനുമാണ്. എന്നാൽ അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥൻ എത്രമാത്രം മഹോന്നതനും ആദരവും അർഹിക്കുന്നവനായിരിക്കും. ഒരിക്കലും ജീവിതത്തിൽ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കൂല. താനെന്ന് പറയുന്ന ഒരു സൃഷ്ടിയുടെ പിറകിൽ ഒരു കൈവപ്പുമില്ലാത്ത, ഒരു കയ്യൊപ്പുമില്ലാത്ത, ഒരു ഇടപെടലുമില്ലാത്ത മനുഷ്യൻ അവന്റെ ദേഹത്ത് കൈവെക്കുമ്പോൾ അവനോട് കാണിക്കുന്ന ഒരു ആദരവുണ്ട്. അവനോട് പുലർത്തുന്ന ഒരു മഹത്വമുണ്ട്. അവന്റെ കഴിവിൽ അവൻ കാണുന്ന ഒരു വലുപ്പത്തരമുണ്ട്, ഒരു ഗാംഭീര്യമുണ്ട്. ആ കഴിവിനെ പോലും എന്നാൽ താൻ അറിയാതെ തനിക്കിതെല്ലാം സമ്മാനിച്ച നാഥന്റെ മഹത്വത്തെ ഏതർത്ഥത്തിലാണ് മനുഷ്യൻ ഉൾക്കൊള്ളുന്നത്, ഏത് രൂപത്തിലാണ് ഉൾക്കൊള്ളുന്നത്, എങ്ങനെയാണ് അവന്റെ ഓരോ ഓരോ അവയവങ്ങളെയും അവന്റെ ഉള്ളിലുള്ള അവനിൽ നിന്ന് മാത്രം തുടങ്ങിയാൽ മതി. മനുഷ്യനാണല്ലോ ദൈവത്തെ വെല്ലുവിളിക്കുന്നത്, മനുഷ്യനാണല്ലോ ദൈവത്തിന്റെ മഹത്വത്തെ കുറച്ച് കാണിക്കുന്നത്. അവനോടുള്ള വർത്താനാണ്. എങ്ങനെയാണ് തീരുക? മുഴുവൻ സമുദ്രജലവും ദൈവത്തിന്റെ മഹത്വത്തെ, വചനവ്യാഖ്യാനത്തെ വിശദീകരിക്കുവാൻ ഉപയോഗിച്ചാൽ, കുൻ എന്ന് പറയുന്ന വചനവ്യാഖ്യാനത്തെ വിശദീകരിക്കുവാൻ ഉപയോഗിച്ചാൽ, ആ സമുദ്രജലം മഷിയായി തീർക്കുന്ന സമുദ്രജലം അത് പെടുന്നനെ അത് തീർന്നു പോകും. സൂറത്തുൽ ലുഖ്മാനില് ഇതുപോലെ മറ്റൊരു ആയത്ത് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്, അല്ലേ? വലോ അന്നമാ ഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അത്തു അബ്ഹുരിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ്. അല്ലേ? അങ്ങനെ 7 സമുദ്രങ്ങൾ കൊണ്ടുവരും. 7 എന്ന് പറയുന്നത് ഒരു അക്കത്തെ സൂചിപ്പിക്കുന്നതല്ല എന്നാണ് ഇമാം ഷഅറാവി വിശദീകരിക്കുന്നത്. അത് അറബി ഭാഷയിൽ ഒരു എണ്ണത്തിന്റെ ഒരു അവസാനത്തെ സൂചിപ്പിക്കുന്ന ഒന്നായതുകൊണ്ട് അത് എണ്ണത്തെയല്ല സൂചിപ്പിക്കുന്നത്, നിങ്ങൾ എത്ര തന്നെ സമുദ്രങ്ങളെ കൊണ്ടുവന്നാലും എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെ? അവിടെ തന്നെ മീൻ ഷജറത്തിൻ എന്നുള്ളതിനെ ഇമാം ഷഅറാവി വിശദീകരിക്കുന്നത്, ഇപ്പൊ നമ്മള് അറബിയിൽ പറയും, പിന്നെ മാ ഇന്ദി മാലു എന്ന് പറഞ്ഞാല് എന്റെ ധനമില്ല, കുറച്ചുണ്ട്, വേറെ കുറച്ചെല്ലുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്നാല് മാ ഇന്ദി മിൻ മാലി എന്ന് പറഞ്ഞാല് ഒന്നുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ പിന്നെ മിന്ന് എന്നുള്ളത് അത് ഒരു പിന്നെ തുഫീദുൽ ഉമൂം, അത് ഒന്നുമില്ല എന്നുള്ളതിന് അതിന്റെ പൂർണ്ണതയെ അത് പ്രകടിപ്പിക്കുമെന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിടെ മീൻ എന്ന വാക്കിനെ മുഫസ്സിരീങ്ങൾ ആ രൂപത്തിൽ വിശദീകരിക്കുന്നത്. മിൻ ഷജറത്തിൻ എന്ന് പറഞ്ഞാല് നമാഫിൽ അർളി മിൻ ഷജറത്തിൻ, എല്ലാ പിന്നെ വൃക്ഷങ്ങളെയും അള്ളാഹുവിന്റെ പിന്നെ നാമങ്ങൾ എഴുതുവാൻ വേണ്ടി ഉപയോഗിക്കുക. അതുപോലെ തന്നെ സമുദ്രജലങ്ങളെ ഒന്നിന് പിറകെ മറ്റൊന്നായി കൊണ്ടുവന്ന് നിങ്ങൾക്ക് എത്ര കൊണ്ടുവരാൻ പറ്റുമോ, അതൊരു എണ്ണത്തെ സൂചിപ്പിക്കുന്നതല്ല. അതിനപ്പുറം നിങ്ങൾക്ക് കഴിയുന്ന എത്ര സമുദ്രങ്ങളെ കൊണ്ടുവന്നാലും അള്ളാഹുവിന്റെ ആ കെലിമത്തിന്റെ വ്യാഖ്യാനത്തെ നിങ്ങൾക്ക്, അതിന്റെ മഹത്വത്തെ നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയൂല. അത്രമാത്രം പ്രവിശാലമായി കിടക്കുന്ന, അവന്റെ ചിന്തക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രമാത്രം മഹത്തായ അള്ളാഹുവിന്റെ റുബൂബിയത്തായിരിക്കും, അള്ളാഹുവിന്റെ അതാ ആയിരിക്കും അത് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. ഇതിന്റെ ഉള്ളില് ധാരാളം ചിന്തകൾ പറഞ്ഞു പോകാൻ പറ്റും. കൊല്ലൗക്കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി, ഇവിടെ ഭാഷാപരമായ കുറെ വിഷയങ്ങൾ വന്നു കിടക്കുന്നുണ്ട്. കൊല്ലൗക്കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി.
വലൗ ജിഇനാ ബിമിസ്ലിഹി മദദ. മനുഷ്യന്റെ എല്ലാ കഴിവുകേടിനെയും അവന്റെ ചിന്താശൂന്യതയെയും എല്ലാം തന്നെ അള്ളാഹു ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. പുതിയ ലോകത്ത് ഇതിനപ്പുറം ഇന്ന് പടച്ചവനെ കുറിച്ച് സംസാരിക്കുന്ന, നിന്ദിക്കുന്ന, നിരാകരിക്കുന്ന, സൃഷ്ടാവിന്റെ മഹത്വത്തെ എല്ലാ അർത്ഥത്തിലും നിരാകരിക്കുന്ന മനുഷ്യരോടുള്ള വലിയ വർത്തമാനം ഇതിന്റെ ഉള്ളിലുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ സ്വന്തത്തിൽ നിന്ന് തുടങ്ങിയാൽ തന്നെ അവന് ബോധ്യപ്പെടുന്ന ഒന്നാണ് അവന്റെ നാഥൻ എന്നുള്ളത്. അവന്റെ നാഥന്റെ മഹത്വം എന്നുള്ളത് അവനിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ ബോധ്യപ്പെടുന്ന ഒന്നാണ്. അവനെ തന്നെ മറന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് മനുഷ്യൻ നോക്കും. എന്നിട്ട് പ്രപഞ്ച മുമ്പിൽ വെച്ചുകൊണ്ട് അവന് വലിയ വർത്തമാനങ്ങൾ പറയും. സ്വന്തത്തെ മറന്നിട്ട് അവന് വല്ല പ്രയാസങ്ങളും വന്നു കഴിഞ്ഞാൽ അവിടെ അവന് എല്ലാ അർത്ഥത്തിലും നിരാശനായി ആ സമയം വീണ്ടും അള്ളാഹുവിലേക്ക് അവൻ മടങ്ങുകയും ചെയ്യും. അപ്പൊ അള്ളാഹുവിന്റെ ആ കുൻ എന്ന് പറയുന്ന വാക്കിന്റെ വ്യാഖ്യാനത്തെ, അതിന്റെ വൈപുല്യത്തെ മനുഷ്യന് ഒരിക്കലും തിട്ടപ്പെടുത്തി രേഖപ്പെടുത്താൻ അവന്റെ മുമ്പിലുള്ള സമുദ്രജലം ഉപയോഗിച്ചാലും അവൻ കാണുന്ന, അവൻ അറിയുന്ന സമുദ്രങ്ങൾക്കപ്പുറം അവന് കൊണ്ടുവരാൻ പറ്റുന്ന എത്ര സമുദ്രങ്ങൾ കൊണ്ടുവന്ന് രേഖപ്പെടുത്തിയാലും അവൻ അത് തീർക്കുവാൻ അള്ളാഹുവിന്റെ കുൻ എന്ന് പറയുന്ന ആ ഒരു വാക്കിനുള്ളിൽ വിടർന്നു നിൽക്കുന്ന അള്ളാഹുവിന്റെ അതാഇനെ മനുഷ്യനെ തിട്ടപ്പെടുത്തി അതിനെ രേഖപ്പെടുത്താൻ സാധ്യമല്ല എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. ഇനി മൂന്നാമത്തെ ഒരു ഖുൽ എന്നുകൊണ്ട് തുടങ്ങുന്ന അവസാനത്തെ ആയത്താണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഖുൽ നബിയെ പറയണം, ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രാണ്. യൂഹാ ഇലയ്യ, എന്നാൽ എനിക്ക് ബോധനം ലഭിക്കുന്നുണ്ട്, വഹയി ലഭിക്കുന്നുണ്ട്. വഹയി ലഭിക്കുന്ന ഒരു മനുഷ്യനാണ്. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിശ്ചയം നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ ദൈവം അവൻ ഏകനാണ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും അവന്റെ നാഥനെ കണ്ടുമുട്ടുമെന്ന് അറിയുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ നാഥനെ കണ്ടുമുട്ടുന്ന ഒരു ലോകത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫല്യഅമൽ അമലൻ സ്വാലിഹ, അവൻ സുഹൃതങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അവന്റെ നാഥനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. വലിയ കുറേ ചിന്തകളെ അള്ളാഹു സമ്മേളിപ്പിച്ച് ചേർത്ത് വെച്ച് ഇതുവരെ പറഞ്ഞു വന്നൊരു വിഷയത്തെ അള്ളാഹു ചെറിയൊരു വാക്കിൽ അള്ളാഹു ചുരുക്കുകയാണ്. അതിനെ അങ്ങനെ പറഞ്ഞ് അള്ളാഹു അവസാനിപ്പിക്കുകയാണ് ഈ സൂറത്തിനെ. നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആന് ഒരു ആയത്ത് മറ്റൊരു ആയത്തുമായി ഇങ്ങനെ കണക്ട് ചെയ്തു പോകുന്നതാണ്. അത് ഒരിക്കലും ഒരു ആയത്ത് സുക്കൂന് കൊണ്ട് അവസാനിക്കൂല എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് മുമ്പ്. സുക്കൂനിൽ അത് നിൽക്കുക, അവസാനിക്കുക എന്നുള്ളതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മുഖത്തആയ ഹുറൂഫുകളെപ്പോലും നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അത് തനിച്ച് ആയത്തായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്, ആയത്തിന്റെ ഭാഗമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്, അല്ലാതെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ഒരു ആയത്ത് അവസാനിക്കുന്നത് അതിന്റെ അവസാന അക്ഷരം നോക്കിയാൽ മതി. ഒരിക്കലും തന്നെ സുക്കൂന് കൊണ്ട് വഖഫ് എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവില്ല. അത് എപ്പോഴും തന്നെ മറ്റൊന്നുമായിട്ട് അത് ബന്ധപ്പെടുന്ന രൂപത്തിലായിരിക്കും അതിനെ അവസാനിപ്പിക്കുക. നമ്മൾ ഖിറാഅത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സുക്കൂന് കൊണ്ട് അതിനെ ഉച്ചരിച്ച് നിർത്തുന്നു എന്നതിനപ്പുറം അത് മറ്റൊന്നുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എന്നാലും ഒരു സൂറത്ത് അവസാനിക്കുമ്പോൾ ആ അവസാനിക്കുന്ന ആയത്തിൽ അതുവരെ പറഞ്ഞു വന്ന ചിന്തകളുടെ, ജീവിത ആശയങ്ങളുടെ, അള്ളാഹുവിന്റെ
ജീവിത ക്രമങ്ങളുടെ, അവൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ക്രമങ്ങളുടെ എല്ലാം തന്നെ ഒരു പൂർണ്ണതയെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അള്ളാഹു അത് അവതരിപ്പിക്കുന്ന ഒരു പ്രവാചകനെ വിശേഷിപ്പിച്ചുകൊണ്ട്, ആ പ്രവാചകനെ തന്നെ അള്ളാഹു നന്നായി ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ലോകത്തെ അള്ളാഹു അടിവരയിട്ട് ഊട്ടി ഉറപ്പിച്ച് മനുഷ്യന് ആ സത്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, പടച്ച തമ്പുരാനെ നന്നായി ബോധ്യപ്പെട്ട് ജീവിക്കാനുള്ള കൽപ്പന നൽകിക്കൊണ്ട്, അവനോടൊന്നിനെയും പങ്കു ചേർക്കാത്ത ശുദ്ധമായ ജീവിതത്തെ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ അനിവാര്യതയെ അവന് നന്നായി മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അള്ളാഹു ഇതുവരെ പറഞ്ഞു വന്നൊരു വിഷയത്തെ അള്ളാഹു മനുഷ്യന് ചെറിയ ഈ വചനത്തിൽ അള്ളാഹു അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. കുൽ നബി എന്ന് പറയണം, ഇന്നമാന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള മനുഷ്യനാണ്, മാതൃകയുള്ള ഒരു വ്യക്തിത്വമാണ് എന്നാണ്. മനുഷ്യർ പറയും, എന്തുകൊണ്ടാണ് ഒരു മലക്ക് വരാതിരുന്നത്? അല്ലെ, ധാരാളം അത്തരത്തിലുള്ള മനുഷ്യന്റെ ചോദ്യങ്ങളെ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. വഖാലു ലൗലാ ഉൻസില അലൈഹി മലക്കുൻ, എന്തുകൊണ്ടാണ് ഒരു മലക്കിനെ ഇറക്കാത്തത്? അദ്ദേഹത്തിന്റെ കൂടെ എന്തിനാണ് മലക്കിനെ ഇറക്കാത്തത്? മലക്കിനെ ഇറക്കി കഴിഞ്ഞാൽ എന്തുണ്ടാ? മലക്ക് എന്ന് പറഞ്ഞ മനുഷ്യന് പിന്നെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന, അവന്റെ ജീവിതത്തിൽ മാതൃകയായി സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. മാതൃകയായി സ്വീകരിക്കണം എങ്കിൽ മനുഷ്യൻ തന്നെ ആവണം. അപ്പൊ മനുഷ്യന്റെ പ്രകൃതത്തിനും ചിന്തക്കും അപ്പുറമുള്ള ഒന്നായി കഴിഞ്ഞാൽ മനുഷ്യന് പ്രതിസന്ധിയിലായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠമായ ദീപ്തമായ ഒരു ഹദീസുണ്ട്. അള്ളാഹു മലക്കിനെ സൃഷ്ടിച്ചു. നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ചിന്ത നൽകി, വികാരം നൽകിയില്ല. പക്ഷിമൃഗാദികളെ സൃഷ്ടിച്ചു, അവർക്ക് വിവേകം നൽകിയില്ല, വികാരം നൽകി. മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് വികാരവും അതുപോലെ തന്നെ വിചാരവും നൽകി, ചിന്തയും നൽകി. ഇനി മനുഷ്യൻ അവന്റെ ചിന്തക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ മാലാഖമാർക്കപ്പുറം, മാലാഖമാരെക്കാളും ഉന്നതമായ അവസ്ഥയിലേക്ക് അവൻ ഉയരാൻ പറ്റും. ഇനി അവന്റെ ഉള്ളിലുള്ള വികാരത്തെയാണോ അവൻ ഉദ്ദീപിപ്പിക്കുന്നത്, എന്നാൽ അവൻ മൃഗങ്ങളെക്കാളും അതപ്പതിച്ചവനാകും. അല്ലേ? അവനെ കേൾക്കുകയോ കാണുകയോ ചെയ്യുമെന്ന് നീ കരുതുന്നുവോ? ഹും കൽ അൻആം ബൽ ഹും അളൽ, അവർ മൃഗങ്ങളെ പോലെയാണ്, അല്ല മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവരാണ് എന്ന് പറയുന്നുണ്ട് അള്ളാഹു. ചിന്തയില്ലാത്ത, ബുദ്ധിയില്ലാത്ത, പടച്ച തമ്പുരാൻ മുന്നോട്ട് വെക്കുന്ന ജീവിതക്രമത്തെ ശരിയാവിധം മനസ്സിലാക്കാൻ കഴിയാത്ത, കണ്ണുണ്ടായിട്ടും അതുകൊണ്ട് ആ നന്മയെ കാണാൻ കഴിയാത്ത, കേൾവി ഉണ്ടായിട്ടും ആ കേൾവി കൊണ്ട് ആ നന്മയെ കേൾക്കാൻ കഴിയാത്ത മനുഷ്യന്റെ അവസ്ഥാവിശേഷം മൃഗങ്ങളെക്കാളും അതപ്പതിച്ചൊരവസ്ഥയായിരിക്കും. അപ്പോ മനുഷ്യനിത് രണ്ടുണ്ട്, ചിന്തയുണ്ട്. അപ്പോ മലായിക്കത്ത് വികാരമില്ലാത്ത ഒന്ന് മനുഷ്യന് മാതൃകയല്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാലോ അവരെ ഉൾക്കൊള്ളാൻ കഴിയില്ല, അവർക്ക് നമ്മെയും ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ജീവിതം അതോടുകൂടി പെടുന്നനെ അവസാനിക്കും. അല്ലേ? ലഖുദിയൽ അംറു സുമ്മ ലാ യുൻദറൂൻ, പെടുന്നനെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു തീർപ്പ് അവർ കൽപ്പിക്കും. പ്രതീക്ഷക്ക് പ്രതീക്ഷിച്ച് നിൽക്കാൻ ചെറിയൊരു നിമിഷം പോലും നമുക്ക് ഉണ്ടാവില്ല. ഒരവസരം പോലും നൽകാതെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അവസാനിക്കും. മനുഷ്യനെ നയിക്കുവാനും അവനെ മാതൃകയായി നിൽക്കുവാനും മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു ഇന്നമാന ബശറും മിസ്ലുക്കും, അതുകൊണ്ട് ചെറിയ കാര്യങ്ങളെ വലിയ അർത്ഥത്തിൽ അവതരിപ്പിച്ചവരാണ് പ്രവാചകന്മാർ. സാധാ നന്മകളെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വലിയ അവസ്ഥയിൽ അവതരിപ്പിച്ചവരാണ് പ്രവാചകന്മാര്. സൽമാനുൽ ഔദ പ്രവാചകത്വത്തെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, സൽമാനുൽ ഔദയുടെ പിന്നെ മഅൽ മുസ്തഫ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം പരിശുദ്ധ റസൂലിനെ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ ജീവിതത്തിൽ മാതൃകയായി സ്വീകരിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാർ കടന്നുപോയിട്ടുണ്ട് ലോകത്ത്. അവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂല. കാരണം
ആ പ്രവാചകനെ ജീവിതത്തിൽ അവതരിപ്പിക്കാൻ അവര് ആ പ്രവാചകന്റെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ആ പ്രവാചകന്റെ മാതൃകയെ ഉൾക്കൊണ്ടുകൊണ്ട് അവരവരെ ജീവിതത്തെ സമ്പുഷ്ടമാക്കാൻ അവര് സ്വയം സ്വീകരിച്ച ചില നടപടികൾ ഉണ്ടല്ലോ, ആ നടപടികൾ നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കി മാറ്റും നമ്മളത് സ്വീകരിക്കുകയാണെങ്കിൽ. എന്നാല് പ്രവാചകനിലേക്ക് നോക്കൂ. ചരിത്രത്തിൽ കടന്നുപോയ മഹാരഥന്മാർ മാതൃകയായി സ്വീകരിച്ച ആ പ്രവാചകനെ ഏത് സാധാരണക്കാരനും അവന്റെ ജീവിതത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ആ പ്രവാചകനെ അനുകരിക്കുവാനും അനുഗമിക്കുവാനും കഴിയും. അതാണ് പ്രവാചകന്റെ മഹത്വം എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ കാര്യങ്ങളെ അതിനെ ഏറ്റവും വലിയ വലിയ രൂപത്തിൽ മനുഷ്യർക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. ആ പ്രവാചകനെ മാതൃകയായി ജീവിത സമ്പുഷ്ടമാക്കിയ മഹാമനുഷ്യരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാൻ പറ്റില്ല. നമ്മൾ എടങ്ങറായി പോകും. അപ്പൊ അവരുടെ ക്രമങ്ങൾ ജീവിത ചിട്ടകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇതുപോലുള്ള ആകണമെന്ന് കരുതി കഴിഞ്ഞാൽ നമ്മൾ പ്രയാസപ്പെട്ടു പോകും. അതുകൊണ്ട് മൂന്നാളുകൾ വരുന്നുണ്ടല്ലോ പ്രവാചകന്റെ ആ പള്ളിയിൽ വരുന്നുണ്ട്, മസ്ജിദിൽ വരുന്നുണ്ട്. പള്ളി എന്ന് പറയാൻ പാടില്ല എന്നാണ്. ഏതായാലും പ്രവാചകന്റെ മസ്ജിദിൽ മൂന്നാളുകൾ വരുന്നുണ്ട്. അവർ വന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ അല്ലേ, ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രവാചകന്റെ ജീവിതം എന്ന്. ആ പ്രവാചകന്റെ ജീവിതത്തെ അറിഞ്ഞ ഒരാൾ പറഞ്ഞു, ഞാന് ഇനി രാത്രി ഉറങ്ങൂല, എല്ലാ ദിവസവും ഞാന് ഉറക്കൊഴിച്ച് ഞാന് ആരാധന കർമ്മങ്ങൾ മുഴുകും. ഒരാൾ പറഞ്ഞ വിവാഹം കഴിക്കൂല അല്ലേ. വേറൊരാള് പിന്നെ ഞാന് എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരത് പറഞ്ഞു പോകുന്നു. പ്രവാചകൻ വരുമ്പോൾ ആയിഷ ബീബി അവർ പറഞ്ഞ കാര്യത്തെ പ്രവാചകനോട് എടുത്തു പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. മൂന്നാളുകൾ ഇങ്ങനെ വന്നു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ മസ്ജിദിലേക്ക് പോയി റസൂലുള്ള തന്റെ പ്രസംഗ പീഠത്തിൽ കയറി നിന്നുകൊണ്ട് ആ മൂന്ന് വ്യക്തികൾ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് ലോകത്തെ റസൂലുള്ള സംബോധന ചെയ്യുന്നു. ജീവിതം ഇതല്ല ജീവിതം എന്ന് റസൂല് പഠിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ്. ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു, അത് മുറിക്കുന്നു. ഞാൻ വിവാഹം കഴിക്കുന്നു, മക്കളെ പരിപാലിക്കുന്നു. ഞാൻ നോമ്പെടുക്കുന്നു, നോമ്പ് മുറിക്കുന്നു. അങ്ങനെ ജീവിതത്തെ ദുസ്സഹമാക്കേണ്ട ഒന്നല്ല. അതിന് ചില ചിട്ടകളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളോട് കടപ്പാടുണ്ട് എന്ന് പഠിപ്പിക്കുന്നു പ്രവാചകൻ. വലിനഫ്സിക അലൈക ഹഖ്ഖാ വലി ഐനിക അലൈക ഹഖ്ഖാ. നിന്റെ ദേഹത്തോട് നിനക്ക് കടപ്പാടുണ്ട്, നിന്റെ കണ്ണിനോട് നിനക്ക് കടപ്പാടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ ഏറ്റവും മനോഹരമായിട്ട് ആ പരിശുദ്ധ റസൂൽ വ്യാഖ്യാനിക്കുന്നു. എവിടെയും നിങ്ങൾക്ക് മാതൃകയായി സ്വീകരിക്കാൻ, ഏത് ഇടങ്ങളിലും, ഏത് കാഴ്ചയിലും കേൾവിയിലും, ജീവിതത്തിന്റെ ഏത് ഇടങ്ങളിലും ആ പരിശുദ്ധ റസൂലിനെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പിന്തുടരാൻ നിങ്ങൾക്ക് സാധ്യമാണ്. ഇന്ന് ലോകത്ത് അതാണല്ലോ ചർച്ച. വലിയ വലിയ ക്രൗഡുകൾ ഒരു വ്യക്തിയുടെ കൂടെ കൂടുമ്പോൾ ആ വ്യക്തി പറയുന്നു, എന്നെ നിങ്ങൾ മാതൃകയാക്കരുത് എന്ന് പറയുന്നു. എന്നിൽ ഇന്ന ഇന്ന ദുശ്ശീലങ്ങളുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ എന്നെ മാതൃകയാക്കരുത് എന്ന് പറയുന്നു. ഒരു പാട്ട് കേട്ട് ഒരു മനുഷ്യന്റെ പിറകിൽ കൂടുന്ന പതിനായിരങ്ങൾ, ലക്ഷക്കണക്കിന് മനുഷ്യർ ചെറിയൊരു ആശയത്തെ അയാളൊന്ന് ഊതി വീർപ്പിച്ചപ്പോൾ ആ ഒരു ചിന്തയെ, മറന്നുപോയ ചിന്തയെ അയാൾ വീണ്ടും അതിന് ഒരു പുതുജീവൻ നൽകി മനുഷ്യർ അനുഭവിക്കുന്ന ഒരു പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തെ ഒരു കവിതയിലൂടെ അയാൾ സമൂഹത്തോട് പറഞ്ഞപ്പോഴ്, നിലനിൽക്കുന്ന ഒരു വൃത്തികേടിനെതിരെ അയാൾ ശബ്ദിച്ചപ്പോഴ് പുതിയ ലോകത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അനുകൂലമായി അതിനോട് പ്രതികരിച്ചത്. അയാള് തിന്മകളെ കുറിച്ച് പറയുന്നു. ആ തിന്മകളെ കുറിച്ച് പറഞ്ഞ മനുഷ്യൻ അതേ തിന്മയിൽ ഏതോ ഒരു നിമിഷത്തിൽ പിടിക്കപ്പെടുകയും അത് തെറ്റാണെന്ന് അയാൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് അത് ഏറ്റുസമ്മതിക്കുകയും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുന്ന, അദ്ദേഹത്തെ പിന്തുടരുന്ന മനുഷ്യരോട് ഇതിൽ നിങ്ങൾ എന്നെ മാതൃകയാക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു. അത് ആ ഒരു മനുഷ്യൻ മാത്രമല്ല, ആ ഒരു വ്യക്തി മാത്രമല്ല, ലോകത്ത്
മനുഷ്യന് മോഡലായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തികളുടെയും തന്നെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ അള്ളാഹു പ്രവാചകന്മാരെ മാതൃകയായി അയക്കുന്നത് അവരെ മനുഷ്യരിൽ നിന്ന് കടഞ്ഞെടുത്ത് മുസ്തഫയായിക്കൊണ്ടാണ്, തെരഞ്ഞെടുത്തുകൊണ്ടാണ്. അവരിൽ നിങ്ങൾക്കൊരു ന്യൂനതയും കാണാൻ നിങ്ങൾക്ക് സാധിക്കൂല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് പൂർണ്ണ മാതൃകയായ മുഹമ്മദ് റസൂൽ ഉണ്ടാവും. ഇന്ന് ലോകത്ത് ഇവർ ഉയർത്തുന്ന ഏത് ആശയമാണ് ആ പ്രവാചകൻ പറയാതെ പോയിട്ടുള്ളത്? ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജ്മിയ്യിൻ വലാ ലി അസ്വദിൻ അലാ അബിയദിൻ ഇല്ലാ ബിത്തഖ്വ. അറബിക്കനറബിയേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല എന്ന് ലോകത്തോട് പറയുകയും തന്റെ ചുമല് അവർക്കിടയിൽ ഏറ്റവും കറുത്തവന് കാട്ടിക്കൊടുത്ത് ഭൂമി ലോകത്ത് ഏറ്റവും വിശുദ്ധമായി നിൽക്കുന്ന ഒരു ദേവാലയത്തിന്റെ മുകളിൽ കയറി നിന്ന് ദൈവനാമം ഉരുവിടാൻ അവസരം ഒരുക്കി കൊടുത്തൊരു മഹാപ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ പ്രവാചകനെ അനുസ്മരിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അറഫയിൽ പ്രഭാഷണം നടന്നു. അത് മനുഷ്യ കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ കൈകാര്യം ഇല്ലെങ്കിലും ആ പ്രവാചകന്റെ ഖുത്ബയെ മാതൃകയാക്കിക്കൊണ്ടാണ് ലോകത്തോട് അവർ സംബോധന ചെയ്യുന്നത്. അന്ന് അവിടെ നടത്തിയ പ്രഭാഷണം മനുഷ്യന്റെ പ്രശ്നങ്ങളായിരുന്നു. അവിടെ മനുഷ്യൻ തന്നെ നിരന്തരം ഉൾക്കൊള്ളുന്ന ഒന്നിനെ കുറിച്ചുള്ള പ്രഭാഷണമായിരുന്നില്ല. അതുവരെ പഠിപ്പിച്ച വിഷയങ്ങളെ വീണ്ടും അവനെ ബോധ്യപ്പെടുത്തുന്ന പ്രഭാഷണമായിരുന്നില്ല. എന്നാൽ അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന അവന്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണമാണ് മുഹമ്മദ് റസൂലുള്ളാഹി നടത്തിയത്. അതിൽ മനുഷ്യന്റെ അഭിമാനത്തെ കുറിച്ച് പറഞ്ഞു. അവരുടെ രക്തം പരസ്പരം അവർക്ക് നിഷിദ്ധമാണ് എന്ന് ആ പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചു. അവരുടെ അഭിമാനം അവർക്ക് നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ചു. ആരും ആരുടെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തരുത് എന്ന് ലോകത്തോട് പറഞ്ഞു. അന്യായമായ ഒരു മനുഷ്യനെയും വധിക്കരുത് എന്ന് ആ പ്രവാചകൻ പറഞ്ഞു. അന്യായമായി ആരുടെയും സമ്പത്ത് കവർന്നെടുക്കരുത് എന്ന് ആ പരിശുദ്ധ റസൂല് പറഞ്ഞു. ലോകത്ത് ഇന്നും അതിന് എന്തൊരു തിളക്കമാണ്! ആ പ്രഭാഷണത്തിന് ഇന്നും എന്തൊരു മൂർച്ചയാണ് ലോകത്ത്! അത് പറയുക മാത്രമല്ല, നമ്മളിപ്പോ ഈ സൂറത്തിന്റെ അവസാനത്തിലാണ്. ഒരു പ്രവാചകൻ തന്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചുവോ അത് ചെറിയ നിമിഷം കൊണ്ട്, നാം ഈ പറഞ്ഞതുപോലെ ചെറിയൊരു നിമിഷം കൊണ്ട് ലോകത്തത് മുഴുവനും ബോധ്യപ്പെടുത്തി കൊടുത്ത പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ സൂറത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും ഒരു ചെറിയൊരു ആയത്തിന്റെ ഉള്ളിൽ അവസാനം അല്ലാഹു ഉൾക്കൊള്ളിച്ച് നിർത്തിയതുപോലെ തന്റെ പ്രഭാഷണത്തിൽ താൻ ലോകത്തോട് പറഞ്ഞ കാര്യങ്ങളെ മുഴുവനും ഓരോന്നായി അക്കമിട്ടുകൊണ്ട് പറഞ്ഞ് ചെറിയൊരു നിമിഷം കൊണ്ട് ഒരു 10 നിമിഷത്തെ പ്രഭാഷണത്തിലൂടെ ലോകത്തെ അഗാധമായ ചിന്തയിലേക്ക് കൊണ്ടുപോയ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്നും ലോകത്ത് അത് പൂർണ്ണാർത്ഥത്തിൽ ചർച്ചയായി നിൽക്കുന്നു, മനുഷ്യന്റെ വികാരമായി നിൽക്കുന്നു, അവന്റെ വിചാരമായി നിൽക്കുന്നു, അവന്റെ ജീവിത ഇടങ്ങളിലെ പ്രശ്നമായി ഇന്നും നിൽക്കുന്നു. ആ പ്രശ്നങ്ങളെ മുഴുവനും സോൾവ് ചെയ്ത പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. മനുഷ്യർക്കിടയിലുള്ള വിവേചനത്തെ ആ പ്രവാചകൻ ഇല്ലായ്മ ചെയ്തു. കറുത്തവൻ വെളുത്തവൻ എന്ന പ്രശ്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിനെ ഏറ്റവും അലങ്കൃതമായ ഒന്നാക്കി പ്രപഞ്ചനാഥന്റെ ദൃഷ്ടാന്തമായി പരിചയപ്പെടുത്തി കൊടുക്കുകയും മനുഷ്യനെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ അനിവാര്യതയെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. നിങ്ങളുടെ പിതാമഹന്മാരെ കുറിച്ചുള്ള നിങ്ങളുടെ മേന്മ നടിക്കൽ അത് അഴുക്ക് ചാലിൽ മുഖം കുത്തി നീങ്ങുന്ന വണ്ടിനെ പോലെയാണെന്ന് പരിശുദ്ധ റസൂല് ലോകത്തെ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒരു അച്ഛന്റെയും ഒരു അമ്മയുടെയും മക്കളാണ്. നിങ്ങളുടെ അച്ഛൻ മണ്ണിൽ നിന്നാണ് എന്ന് മനുഷ്യരെ പഠിപ്പിച്ചു ആ പ്രവാചകൻ. അത് പഠിപ്പിക്കുക മാത്രമല്ല, അത് സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ഒരു സമൂഹത്തെ ആ ചിന്തയിലും ആ വികാരത്തിലുമായി ആ പരിശുദ്ധ റസൂല് അവരെ വളർത്തിക്കൊണ്ടുവരികയും അത്തരത്തിലുള്ള ഒരു സമൂഹത്തെ ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്തു. അതിന്റെ സുഖവും സൗന്ദര്യവും സൗരഭ്യവും എല്ലാം തന്നെ നമ്മുടെ പരിസരങ്ങളും ആസ്വദിച്ചിട്ടുണ്ട്. അത്തരം ജനതക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ, അവർക്ക് കൂടെ നിൽക്കുവാൻ, കൂടെ കളിക്കുവാൻ, കൂടെ ഉണ്ണുവാൻ, കൂടെ ഉറങ്ങുവാനുള്ള അവസരം ആ പ്രവാചകനിൽ നിന്നും ആ ശബ്ദം കേട്ട് ജീവിതത്തെ മാറ്റിമറിച്ച മനുഷ്യരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ സുഗന്ധമെല്ലാം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു 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 ജീവിതാന്തരീക്ഷം നമ്മുടെ കേരളീയ പരിസരങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിൽ മറന്നുപോയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്.
അങ്ങനെ തന്നെ അതിനെ ഉയർത്തിപ്പിടിക്കാൻ അറബി പേരുള്ള ഒരു സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ആ സമൂഹത്തിന്റെ ദുരന്തവുമാണ്. മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ വിവേചനമില്ലാതെ, മതിൽക്കെട്ടുകളില്ലാതെ മനുഷ്യരെ ചേർത്ത് പിടിക്കുവാൻ, മനുഷ്യന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുവാൻ ആ പരിശുദ്ധ റസൂല് ഇല്ലായ്മ ചെയ്ത എല്ലാ അതിർവരമ്പുകളെയും മറ്റൊരു തരത്തിൽ കൊണ്ടുവന്ന ഒരു സമൂഹം കൂടിയാണ് നമ്മൾ. ജാതിപ്പേര് കൊണ്ട് മറ്റുള്ളവനെ വിളിക്കുന്ന, അതിന്റെ പേരിൽ അവനെ അവഗണിക്കുന്ന, നിന്ദിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മളും മാറിയിട്ടുണ്ടോ എന്നെല്ലാം നമ്മളും പഠിക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിച്ച ആ പ്രവാചകനെ മാതൃകയായി കാണുമ്പോഴും ഒരു സമൂഹത്തെ അറിയാതെ നിന്ദിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം ഒന്നുകൂടി നമ്മളും പഠിക്കണതെല്ലാം നല്ലതാണ്. അങ്ങനെ ഒരു സമൂഹം ലോകത്തുണ്ട്, നമുക്കിടയിൽ ഉണ്ട്. അവരെ ആ പേര് കൊണ്ട് മനുഷ്യരെ ചില തെറ്റായ പേരുകളെ കൊണ്ട് സംബോധന ചെയ്യുക. മനുഷ്യൻ അള്ളാഹുവിന്റെ കുടുംബമാണെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ള. അൽ ഖൽഖു ഇയാലുള്ള, മനുഷ്യൻ അള്ളാഹിന്റെ കുടുംബമാണെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ള. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഅഹും ലിഇയാലിഹി, മനുഷ്യരിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല മനുഷ്യൻ അവന്റെ കുടുംബമായ മനുഷ്യരോട് കരുണ കാണിക്കുന്നവനാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ള. ഇർഹമു മൻ ഫിൽ അർളി, നിങ്ങൾ ആകാശത്തിന് ചുവട്ടിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുവിൻ. ഇർഹമു മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ. അതിർവരമ്പുകളില്ലാത്ത കരുണ കാണിക്കൂ നിങ്ങൾ, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അള്ളാഹു റഹ്മാനാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ ആ സിഫത്തിനെ പ്രകടിപ്പിക്കേണ്ടവരാണ്. അള്ളാഹു അവന്റെ നാം ഈ പറഞ്ഞു വെച്ചതുപോലെ അള്ളാഹുവിന്റെ അത്വാഇനെ, അള്ളാഹുവിന്റെ ദാനത്തെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ ഒരു വിവേചനവുമില്ലാതെ മനുഷ്യർക്കിടയിൽ അള്ളാഹു പ്രകടിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു വിവേചനവും കൂടാതെ അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട് ഈ ഹദീസിലൂടെ. അങ്ങനെ മനുഷ്യന്റെ എല്ലാ മൂല്യങ്ങളെയും അവന്റെ നിറം നോക്കാതെ, അവന്റെ വർണ്ണം നോക്കാതെ, അവന്റെ ദേശം നോക്കാതെ, അവന്റെ അത്തരത്തിലുള്ള ഒന്നും പരിഗണിക്കാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് അള്ളാഹു ആദരിച്ചവനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രപഞ്ചനാഥൻ ബഹുമാനിക്കുകയും ശ്രേഷ്ഠമാക്കുകയും ചെയ്ത സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന തിരിച്ചറിവിലൂടെ ഓരോ മനുഷ്യനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും മനുഷ്യൻ എന്ന് പറയുന്ന അവന്റെ മഹത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവനോട് ഏറ്റവും നന്നായി ഇടപെടുകയും ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു സമൂഹമായി നിങ്ങൾ മാറണമെന്ന് പരിശുദ്ധ റസൂല് എല്ലാ കാലത്തും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളോടുള്ള പെരുമാറ്റം, അവരെ കാണുന്ന കാഴ്ചകൾ, അതുപോലെ തന്നെ പരസ്പരമുള്ള വൈര്യങ്ങൾ, കാത്തു സൂക്ഷിക്കുന്ന വൈര്യങ്ങള് റസൂലുള്ള കുഴിച്ചു മൂടിയിട്ടുണ്ട് ആ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണത്തിൽ, അല്ലേ? അതുപോലെ തന്നെ മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും കാർന്നു തിന്നുന്ന ഇന്നിന്റെ ലോകത്തെയും പലിശ സമ്പ്രദായത്തെ, എത്ര ആളുകളാണ് ഓരോ ദിവസവും ആത്മഹത്യക്ക് മുമ്പിലേക്ക് നടന്നു പോകുന്നത്? എത്ര ആളുകളാണ് സ്വയം ആത്മാഹുതി ചെയ്യുന്നത്? എത്ര ആളുകളാണ്? സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ട് പലിശയുടെ ആലയത്തിൽ, പലിശ കച്ചവടത്തിന്റെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടി, ജീവിതത്തെ കെട്ടി, അവസാനം ആ കെട്ടിയ കയറിൽ അവന്റെ ജീവിതം ഒടുക്കുന്ന എത്ര എത്ര മനുഷ്യരാണ്. അന്ന് എന്റെ കാൽ ചുവട്ടിൽ ഞാൻ എല്ലാ പലിശ സമ്പ്രദായങ്ങളും കുഴിച്ചുകൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ റസൂലിന്റെ ശബ്ദം ഇന്നും നമ്മുടെ പരിസരങ്ങളിൽ അലയടിക്കുന്നുണ്ട്. നമ്മളും ഇന്നതിന്റെ വാക്താക്കളാണ്. നിങ്ങളൊരു മഹല്ലെടുത്ത് പരിശോധിച്ച് നോക്കൂ. ആ മഹല്ലുകളിൽ ഏറ്റവും കൂടുതൽ പലിശ സമ്പ്രദായം കൈകാര്യം ചെയ്യുന്നവര് അറബി പേരുള്ളവരായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈയിടെ ഒരു 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 മഹല്ല് പരിപാടിയിൽ പങ്കെടുത്തപ്പോഴ് അദ്ദേഹം ഒരു കണക്ക് പറഞ്ഞു. ആ കണക്ക് കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ആ മഹല്ലിലെ പിന്നെ കാലങ്ങളായി ഒന്നോ രണ്ടോ ബാങ്കുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ 8ഉം 10ഉം ബാങ്കുകളാണ്. അവിടെ എല്ലാം തന്നെ സ്വർണം കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് ഈ അറബി പേരുള്ള സഹോദരിമാരും സഹോദരന്മാരുമാണ്. അവരാണ് ഏറ്റവും കൂടുതൽ പലിശ സമ്പ്രദായത്തിൽ മുങ്ങിക്കിടക്കുന്നത് എന്ന് അയാളുടെ ആ വ്യക്തി അദ്ദേഹത്തിന്റെ മഹലിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതി കേട്ടപ്പോഴാണ് ഓരോ മഹലിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് നമ്മളും പഠിച്ചത്. ഇന്നമാന ബശറും മിസ്ലുക്കും. അപ്പൊ ഈ പ്രവാചകൻ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹിനെ കുറിച്ച് നല്ല ചർച്ചകൾ ഒന്നും കൂടി നടത്തേണ്ടതുണ്ട്. നമ്മുടെ പരിസരത്തിലേക്ക് ആ പ്രവാചകനെ കൊണ്ടുവരേണ്ടതുണ്ട്. ആ പ്രവാചകനെ വീണ്ടും എടുത്തുദ്ധരിക്കേണ്ടതുണ്ട്. ലോകത്തിന് നമ്മൾ വെളിച്ചം നൽകേണ്ടതുണ്ട്. നമ്മൾ മുമ്പേ നടക്കേണ്ടതുണ്ട്. പറയുന്നതിനനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്. അത് പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കേണ്ടതുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തമായിരുന്നു. പക്ഷെ എല്ലാം മറന്നുപോയി.
എന്നിട്ട് ആ പ്രവാചകനെ ഇങ്ങനെ രാവും പകലും മയക്ക് കെട്ടിട്ട് ഇങ്ങനെ പറയും. ആ പറയുന്നത് തന്നെ ആ സമൂഹത്തിൽ നിന്ന് ആ പ്രവാചകനെ മറച്ചു പിടിച്ചിട്ടേക്കാർ. അതും ഒരു ദുരന്താണ് ഈ സമൂഹത്തിന്റെ. യൂസഫ് നബി യൂസഫ് നബിയുടെ ദൈവത്തിന്റെ ഒരു ഒരു ശൈലിയുണ്ട്. ഞാൻ എൻ്റെ ഒരു ജനതയെ എനിക്ക് പിറകിൽ ഒഴിവാക്കി വിട്ട് പോന്നിക്കണേ, ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറയുന്ന ഒരു രംഗുണ്ട്. അദ്ദേഹം ദഅവത്ത് ഒരു രണ്ട് വ്യക്തികൾക്ക് അള്ളാഹിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ തന്നിലേക്ക് ചൂണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പിന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. അത് അള്ളാഹു പ്രവാചകന്മാരിലൂടെ തന്നെ പഠിപ്പിച്ച ഒരു രീതിശാസ്ത്രമാണ്. ഞാൻ ഈ ഇന്നമാന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, എന്നാലും ഞാൻ പ്രവാചകനാണ്, എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള ബോധനം ലഭിക്കുന്നുണ്ട്. ഇതിൽ വിശദീകരിക്കേണ്ടതാണ് കേട്ടോ, നന്നായി മനസ്സിലാക്കുക. എന്താണ് വഹി എന്നുള്ളത് വിശദീകരിക്കേണ്ടതുണ്ട്. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, എന്നെ നിങ്ങൾ എന്താക്കരുത്, ഞാനല്ല ആരാധ്യൻ. ലോകത്ത് പ്രശ്നങ്ങളിൽ ഉണ്ടായത് അതാത് കാലങ്ങളിൽ വന്ന വിശ്രുതരായ മനുഷ്യരെ ദൈവങ്ങളാക്കിയിട്ടാണ് മതങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യന്. അപ്പൊ അതുകൊണ്ട് തുറന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ നാഥൻ ഏകനാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് 5 നേരവും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് 5 നേരവും വിളിച്ചു പറയുന്നത്. ഈ മുഹമ്മദ് റസൂലുള്ളാഹ് അന്ത്യനാൾ വരേക്കും ആരുടെയും ആരാധ്യ വസ്തുവാകില്ല. പ്രവാചകനെ അത്തരത്തിലുള്ള കണ്ണുകൊണ്ട് പോലും നോക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകില്ല. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ഈശ്വരനാണ് വലിയവൻ, ഈശ്വരനാണ് വലിയവൻ എന്ന് 5 നേരവും പഠിപ്പിച്ചു കൊടുക്കും. ദൈവമാണ് വലിയവൻ, അള്ളാഹുവാണ് വലിയവൻ. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് ദൈവത്തിന്റെ ദൂതനാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കും. വഹ്യ് കൈകാര്യം ചെയ്യുന്ന ശ്രേഷ്ഠ വ്യക്തിത്വമാണ് എന്ന് മാത്രം പഠിപ്പിച്ചു കൊടുക്കും. ആ പ്രവാചകന്റെ കബറിടത്തിന്റെ മുമ്പിൽ പോലും ആരും തന്നെ തല കുനിക്കുന്ന ഒരു അവസ്ഥാവിശേഷം പോലും ഉണ്ടാവില്ല. ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന, മരണത്തിന് ശേഷവും നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ഖബറിടം എന്ന് പറയുന്നത് ലോകം ഇന്നും ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇടമാണ്. അവിടെ ഒരു മനുഷ്യൻ പോലും തന്റെ ശിരസ് കുനിക്കൂല. അത്തരത്തിലുള്ള കണ്ണുകൊണ്ട് ആ ഖബറിടത്തെ നോക്കിക്കാണൂല. എന്നാൽ എവിടൊക്കെയാണ് പിഴച്ചു പോയത് എന്നെല്ലാം ഈ ഉമ്മത്ത് ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഏകത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു പ്രവാചകൻ, പരിശുദ്ധ റസൂല്. ആ പരിശുദ്ധ റസൂലിന്റെ മഹത്വം എങ്ങനെയാണ് പുതിയ ലോകത്തും അതിന്റെ മൂർത്തമായ അവസ്ഥയിൽ നിൽക്കുന്നത് എന്നെല്ലാം പഠിച്ചിട്ട് ചുറ്റുമുള്ള മനുഷ്യർക്ക് ഹിദായത്തിന് വെളിച്ചമൊരുക്കാൻ എന്തൊക്കെയാണ് തിരുത്തേണ്ടത് എന്നും എങ്ങനെയൊക്കെയാണ് ആ തിരുത്തൽ പ്രക്രിയ സമൂഹത്തിൽ നടപ്പാക്കേണ്ടത് എന്നെല്ലാം തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. മനുഷ്യരോട് കാരുണ്യം ഉണ്ടെങ്കിൽ, മനുഷ്യരോട് ദയയുണ്ടെങ്കിൽ, ആഖിറത്തെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് അതിനുശേഷം ആഖിറത്തെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു വെക്കുന്നത്. ഫമൻകാന യർജൂ ലിഖാ റബ്ബിഹി, തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുമെന്ന് കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹ, അയാള് സുഹൃതങ്ങൾ അനുഷ്ഠിക്കട്ടെ. അപ്പൊ ലിഖാ എന്താണ് യൗമുൽ ഖിയാമ എന്ന് ഇതുവരെ നമ്മൾ വിശദീകരിച്ചു പോയി. ഫല്യഅമൽ അമലൻ സ്വാലിഹ, എന്താണ് അമൽ സ്വാലിഹാത്ത്? അമൽ സ്വാലിഹാത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. നിങ്ങൾ അമൽ സ്വാലിഹാത്ത് ചെയ്യണം. അതെന്താണെന്ന് നമ്മൾ നന്നായി അൽഹംദുലില്ലാഹ് വിശദീകരിച്ചു പോയിട്ടുണ്ട്. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ആ അമൽ സ്വാലിഹാത്ത് നഷ്ടപ്പെടുന്ന ശിർക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോ പിന്നെ ഈ ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാര് പിന്നെ ഈ സൂറത്ത് കഹ്ഫിന്റെ ഈ അവസാനത്തെ ആയത്തിനെ തന്നെ വിശദീകരിക്കുന്നിടത്ത് പിന്നെ മുഫസ്സിരികൾ കൊണ്ടുവരുന്ന ഒരു വിഷയമുണ്ട്. ജീവിതത്തിൽ അള്ളാഹുവിന് തന്നെ ചെയ്യുന്ന ഇതിൽ വലിയ ഷിർക്കിനെ കുറിച്ചുള്ള മാത്രമുള്ള ചർച്ചയല്ല, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതെന്ന് കരുതുന്ന ഷിർക്കിനെ കുറിച്ചുള്ള വലിയ പിന്നെ ഉണർത്തൽ കൂടി ഇതിന്റെ ഉള്ളിലുണ്ട് എന്നാണ്. നമ്മൾ പറഞ്ഞു വലിയ ഷിർക്കല്ല, ചെറിയ ഷിർക്കല്ലും ചെറിയ ഷിർക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. മറ്റുള്ളവർ കാണാനും മറ്റുള്ളവർ പുകഴ്ത്താനും വേണ്ടിയിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അത് കൂട്ടം കൂടിയിട്ടും വ്യക്തികളിലും കൂട്ടത്തിലുമെല്ലാം ഇത് കാണാൻ നമുക്ക് കഴിയും. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിപ്പിക്കുകയും, എന്നാൽ ആരൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, ആരിൽ നിന്നൊക്കെയോ എന്തൊക്കെയോ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു സുഹൃതം അനുഷ്ഠിക്കുന്ന ഒരു കൂട്ടമായി പിന്നെ അറബി പേരുള്ള ഒരു സമൂഹം നമ്മുടെ പരിസരങ്ങളിൽ മാറിയിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ പരിസരങ്ങളിൽ നമ്മളെ പരിസരങ്ങളെ കുറിച്ചാണല്ലോ നമുക്ക് സംസാരിക്കാനുള്ളത്. മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഞാനിപ്പോ എന്റെ മുമ്പിലുള്ളത് പിന്നെ സുബറത്തു തഫ്സീറാണ്. ഇത് പിന്നെ അബ്ദുള്ള അഷ്കറിന്റെ തഫ്സീറാണ് എന്റെ മുമ്പിലുള്ളത്. ഇതായത് അബ്ദുള്ള അഷ്കറിന്റെ തഫ്സീറാണ്.
ഇദ്ദേഹം ഈ അവസാന ആയത്തിനെ കൊണ്ടുവന്ന് അദ്ദേഹം വിശദീകരിക്കുന്നിടത്ത് റസൂലുള്ളാന്റെ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ആ ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ പ്രത്യക്ഷത്തിൽ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് എന്ന് കരുതുകയും എന്നാൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന മനുഷ്യര് യൗമുൽ ഖിയാമയിൽ അള്ളാഹു അവരുടെ അരികിൽ പോയിക്കൊണ്ട് അതിനുള്ള പ്രതിഫലം വാങ്ങാൻ നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള റസൂലുള്ളാന്റെ ഒരു ഹദീസ് ഉണ്ട്. ഹദീസിനെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സൂറത്ത് കഹ്ഫിന്റെ അവസാനത്തെ ആയത്തിനെ വിശദീകരിച്ച് അവസാനിപ്പിക്കുന്നത്. ഇമാം ഷഅറാബിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ട്. അതിനാല് പടച്ച തമ്പുരാനിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത ശുദ്ധ വിശ്വാസം പുലർത്തുന്ന, അള്ളാഹുവിന്റെ ഏകത്വത്തെ നന്നായി മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി, നമ്മിലേക്ക് നോക്കി, പ്രപഞ്ചത്തിലേക്ക് നോക്കി, നമ്മെയും പ്രപഞ്ചത്തെയും അവതരിപ്പിക്കുന്ന പടച്ച തമ്പുരാന്റെ വഹിയിലേക്ക് നോക്കി നന്നായി ജീവിതത്തെ സുഗന്ധപൂർണമാക്കാനുള്ള ശ്രമം നടത്തുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി